ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. കൂട്ടുകാരെ, നമ്മൾ വരാഹ പുരാണാന്തർഗതമായ ഭഗവത്ഗീത മാഹാത്മ്യമാണ്. അതായത് ഈ ഭഗവത്ഗീത പാരായണം ചെയ്താൽ എന്താണ് ഗുണം, എന്താണ് അതിൻ്റെ മഹത്വം, എന്താണ് അതിൻ്റെ മാഹാത്മ്യം എന്നതിനെക്കുറിച്ച് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതാ മാഹാത്മ്യം, ഗീതാ പാരായണം കഴിഞ്ഞ് ഗീതാ മാഹാത്മ്യ ശ്ലോകങ്ങൾ കൂടി ചൊല്ലേണ്ടതാണെന്ന വിശ്വാസം ഗീതാ ഭക്തന്മാർക്കിടയിൽ പരമ്പരാഗതമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ മാഹാത്മ്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഭൂമിദേവി പറയുകയാണ് ആരോട്? ഭഗവാൻ വിഷ്ണു ഭഗവാനോട് ഭൂമിദേവി ചോദിക്കുകയാണ്, ഭഗവാനെ, പരമമായ നാഥ, പരമേശ, ജന്മകാരണമായ കർമ്മത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് അചഞ്ചലമായ ഭക്തി എങ്ങനെയുണ്ടാകുമെന്ന് ഭൂമിദേവി ചോദിക്കുകയാണ്. ധരോവാച, ധരോവാച എന്ന് വെച്ചാൽ ഭൂമി പറഞ്ഞു, ഭൂമിദേവി പറഞ്ഞു എന്തെന്ന്? ഭഗവൻ പരമേശാന ഭക്തിരവ്യഭിചാരിണീ പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭു. ധരോവാച, ധര, ധരഞ്ച ഭൂമിദേവി പറഞ്ഞു, ധരണി. ധരാവാച, ഭൂമി പറഞ്ഞു. ധരോവാച, ഭൂമി പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഭഗവൻ, ഭഗവാനെ, പരമേശാന, പരമമായിട്ടുള്ള ഈശ്വര, പരമേശ്വര, ഹേ പ്രഭു, നാഥ, പ്രാരബ്ധം എന്ന് വെച്ചാൽ പൂർവജന്മാർജിതങ്ങളായ കർമ്മഫലങ്ങൾ, അതാണ് പ്രാരബ്ധം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭുജ്യമാനസ്യ, ഭുജിക്കുന്നവന്, അതായത് അനുഭവിക്കുന്നതിന്, അതായത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുന്നവന്, അവ്യഭിചാരിണി, വഴിതെറ്റിപ്പോകാത്ത, അതായത് അചഞ്ചലമായ ഭക്തി, കഥം ഭവതി, അചഞ്ചലമായ ഭക്തി എങ്ങനെയുണ്ടാകുന്നു എന്നാണ് ഭൂമിദേവി ചോദിക്കുന്നത്. അതിന് വിഷ്ണു ഭഗവാൻ ഉത്തരം പറയുന്നുണ്ട്. എന്തെന്നോ? വിഷ്ണുവാച, വിഷ്ണു പറഞ്ഞു. വിഷ്ണുവാച എന്തു പറഞ്ഞു? പ്രാരബ്ധം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ സമുക്ത സസുഖീ ലോകേ കർമ്മണാനുപലിപ്യത്തെ. എന്തതിനർത്ഥം? ജന്മകാരണമായ കർമ്മം അനുഭവിക്കുന്നവനായാലും എല്ലായ്പ്പോഴും ഗീതാഭ്യാസ തൽപരനായിരുന്നാൽ അവൻ ലോകത്ത് സുഖിയും മുക്തനുമായി തീരും. മാത്രമല്ല, അവനെ യാതൊരു കർമ്മവും ബാധിക്കുന്നതുമില്ല. ഇപ്പം എന്താ പറയുന്നത്? പ്രാരബ്ധം ഭുജ്യമാനോ ഹി, പ്രാരബ്ധം എന്ന് വെച്ചാൽ പൂർവകർമ്മഫലം, ഭുജ്യമാന അഭി, അനുഭവിക്കുന്നവനായാലും, സദാ എല്ലായ്പ്പോഴും, ഗീതാഭ്യാസരത, ഗീതാ പഠനത്തിൽ മുഴുകുന്നതാരോ, സഹ അവൻ, സുഖേ സുഖമുള്ളവൻ, മുക്ത മുക്തനുമാകുന്നു, സഹ അവൻ, കർമ്മണ കർമ്മത്താൽ, ന ഉപലിപ്യത്തെ ലിപ്തനാകുന്നില്ല, അതായത് ബന്ധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത മാഹാത്മ്യമാണ് നമ്മളിവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകമാണ് ചൊല്ലിയത്. ഒന്നുകൂടി ചൊല്ലാം. ഭഗവൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ എന്ന് ഭൂമിദേവി ചോദിച്ചപ്പോൾ
വിഷ്ണു ഭഗവാൻ എന്താ പറഞ്ഞത്? പ്രാരബ്ധം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ സമുക്താ സുഖീ ലോകേ കർമ്മണാനോപലിപ്യത്തെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.